ശ്രീ ആ ഇവിടെ ഇവിടെ 26-ാം തീയതി ഞാനും എൻ്റെ അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞത് 26-ാം തീയതി ഈ പറയുന്നവൻ രാഹുൽ പി ഗോപാൽ എന്ന് പറയുന്നവൻ ജർമ്മനിക്ക് ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഇവിടെ നോൺ വെയിലബിൾ എന്ന് പറയുന്ന വേണമെങ്കിൽ പിടിച്ചകത്തിടാവുന്ന ഒരു വകുപ്പ് എടുത്തിട്ട് പോലും അത് ഈ സ്റ്റേഷൻ ഓഫീസറുടെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ പന്തീരാങ്കാവ് പോലീസിൻ്റെ വിവേചന പ്രകാരം വേണമെങ്കിൽ 8 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്നതായതുകൊണ്ട് വേണമെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാതെ വിടാം എന്ന കരുണ ഈ പ്രതിക്ക് മേൽ ചൊരിയുകയാണ്. 26-ാം തീയതി ജർമ്മനിയിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി ഒത്തുകളിക്കാണ് പോലീസ്. ആർക്ക് വേണ്ടി ഒത്തുകളിക്കുന്നു എന്ന് മാത്രമേ അറിയാനുള്ളൂ. ശ്രീ ദിൽഷാദ് കെ സലീം, ഏതാണ്ട് സമാനമായ അവസ്ഥയിലൂടെ എന്ന് പറഞ്ഞാൽ താങ്കളുടെ മകൾ ഉൾപ്പെട്ടു പോയ ദൗർഭാഗ്യത്തിൻ്റെ പട്ടികയിലേക്ക് ഈ കുട്ടി ചെന്നുപെട്ടില്ല, അത് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നത് മഹാഭാഗ്യം. ഇതേപോലെ സംഭവിക്കുന്നുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്, അവിടെ ഒത്തുതീർപ്പെന്നുകൊണ്ട് നിങ്ങളെയും മകളെയും വിളിക്കുന്നുണ്ട്. ആ ഒത്തുതീർപ്പിൽ ഈ പറഞ്ഞ സുധീർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അപമാനിക്കുന്നുണ്ട്, അധിക്ഷേപിക്കുന്നുണ്ട്. താങ്കളുടെ മകളുടെ ആത്മഹത്യാക്കുറിപ്പിൽ ആ സുധീറിൻ്റെ പേര് ഒന്നാമത്തെ പേരായി താങ്കളുടെ മകൾ എഴുതി വെക്കുന്നുണ്ട്. സുധീറിനെ സസ്പെൻഡ് ചെയ്തു. സുധീർ ഇപ്പോൾ തിരിച്ച് ജോലിക്ക് സുഖമല്ലേ അവർക്ക്? താങ്കളുടെ മകളെ ഇത്തരത്തിൽ കൊല്ലാക്കൊല ചെയ്ത ആ ഭർത്താവടക്കം അവർ ജാമ്യത്തിലിറങ്ങി, അവർക്കും സുഖമല്ലേ? ദിൽഷാദ്, വേദന നിങ്ങൾക്ക്? അതെ 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 എല്ലാവർക്കും സുഖം തന്നെയാണ്. അവർക്ക് പ്രതി ഇരുമ്പലപ്പടിയുള്ള മുഹമ്മദ് സുഹൈൽ, പിന്നെ മകള് ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിരുന്ന ആർത്തങ്കൽ SHO ആയ CL സുധീർ, ഇവരൊക്കെ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞാനും എൻ്റെ കുടുംബമാണ് ഇപ്പോഴും കണ്ണീരായാലും ദുഃഖത്തിലായിട്ട് ജീവിക്കുന്നത്. ഈ മഹാനെ സുധീർ എന്ന് പറയുന്ന മഹാനെ ഒന്ന് സസ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ സമരം അല്ലെങ്കിൽ കോൺഗ്രസിന് സമരമുണ്ട്, ഓർക്കുന്നുണ്ട്? ആ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ആ സമരം നടത്തിയപ്പോഴേക്കും തീവ്രവാദ ചാപ്പ ഈ പോലീസ് തീവ്രവാദ ചാപ്പ അടിച്ചു, എന്തോ തീവ്രവാദ ബന്ധം എന്നൊക്കെ അടിച്ചു. പിന്നീടാണ് എന്തോ ഇടപെടൽ അതൊക്കെ മാറ്റിയത്. പോട്ടെ, അതിനുശേഷം അങ്ങനെ ബുദ്ധിമുട്ടി സസ്പെൻഷനിലായി. കൃത്യം എത്ര 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ മഹാൻ തിരികെ ഡ്യൂട്ടി കയറി. കൃത്യം 6 മാസമായപ്പോൾ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ SHO ആയിട്ട് ജോലി കയറി ഈ CL സുധീർ. ഇപ്പൊ നിലവിലെവിടെയെന്ന് അറിയില്ല. ഇപ്പൊ ആ അമ്മ ചെയ്തതിന് ആദ്യം അമ്മക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആ മോള് ഇതിപ്പോ കൗൺസിലിംഗ് കൊടുത്തിട്ട് കാര്യമില്ല. ഇവനൊക്കെ സോഷ്യൽ മീഡിയ വഴി ഇവനൊക്കെ ഈ പെങ്കൊച്ചിനെ അപമാനിക്കാൻ ശ്രമിക്കും. എന്റെ മോൾക്കും അത് തന്നെയായിരുന്നു ഗതി വന്നത്. നമ്മൾ വേണ്ട എന്ന് തിരിച്ചു പോകുന്ന ശേഷം ഇവൻ സോഷ്യൽ മീഡിയ വഴിയും മകളുടെ കൂട്ടുകാരികളെ ഫോൺ വിളിച്ച് പറയുക, അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഇവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവൻ താമസിക്കുന്നത് ഇരുമ്പലപ്പടി, കോതാമംഗലം ഇരുമ്പലപ്പടിയിലാണ് ഇപ്പോൾ അവൻ താമസിക്കുന്നത്. ഇപ്പോൾ ആഷ്മി പറഞ്ഞ മാതിരി തന്നെ ഇപ്പൊ ഈ നാറി 26-ാം തീയതി ജർമ്മനി പോവും. അവൻ സുഖമായിട്ട് തിരിച്ചു വരും, അടുത്ത കല്യാണം കഴിക്കും, അടുത്ത സ്ത്രീധനം മേടിക്കും. ഇപ്പൊ ആ വീട്ടിലെ അമ്മ ആരൊക്കെ മുറികളുണ്ടായി അവർ കേട്ടില്ല. ആ കൊച്ചിന്റെ നിലവിളി അവർ കേട്ടില്ല. പിന്നെ ഈ നാരിയുടെ ഒരു കൂട്ടുകാരൻ അവനുണ്ടായിരുന്നു, അവൻ എന്തിനാ അവിടെ നിൽക്കണം സ്ത്രീധനം ചോദിക്കാനായി ഇവൻ. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളും അങ്ങനെ. കോടതി, പ്രത്യേകിച്ച് കോടതി, ഇവനൊക്കെ ജാമ്യം കൊടുത്തു വിടുക. ദിൽഷാദ്, താങ്കളുടെ മകൾക്ക് ദുരനുഭവം ഉണ്ടാവുന്നത് 2011-ലാണല്ലേ? എൻ്റെ ഓർമ്മ ശരി, 2011-ലാണ്, അല്ല 2021-ലാണ്. 21, 22, 23, 24 വർഷം 3ആയി. വിചാരണ തുടങ്ങിയോ? 2021 3ആയി. വിചാരണ തുടങ്ങിയിട്ടില്ല. അവൻ ഹൈക്കോടതിയിൽ കൊടുത്തേക്കണത് അവനെ വിടുതലാക്കണമെന്ന്. അവൻ പാവമാണ്, അവനെ വിടുതലാക്കണമെന്ന്. പിന്നെ അവന്റെ അച്ഛനും അമ്മയും കൂടി വിചാരണ കോടതി, അതായത് പറവൂർ സെഷൻസ് കോടതിയിൽ അവിടെ കൊടുത്തേക്കണ അച്ഛനും അമ്മേനെ വിടുതലാക്കണമെന്ന്. പിന്നെ ഇപ്പൊ ആരതിനകത്ത് പ്രതികൾ? നാട്ടുകാരോ അല്ലെങ്കിൽ ഞാനോ എൻ്റെ ഭാര്യയോ എൻ്റെ മകനോ? ആരതിനകത്ത് പ്രതികൾ? അന്വേഷണം നേരായ വഴിക്ക് ഉണ്ടാകുമെന്നൊക്കെ മുഖ്യമന്ത്രി ഉറപ്പ് തന്നിരുന്നു നിങ്ങൾക്ക്. അത് കറക്റ്റാണ്. അത് അന്വേഷണം നേരായി നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയുന്ന വാക്കിന് കറക്റ്റായിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല, അത് കറക്റ്റായിരിക്കും. പക്ഷെ അതിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ ഒരു കാരണവശാലും നടപ്പാക്കാൻ ശ്രമിക്കൂല. ഞാൻ ഈ 2.5 കൊല്ലം കണ്ടിന്യൂ ആയിട്ട് നടക്കുകയാണ്. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും എനിക്ക് റെസ്റ്റ് ഇല്ല. അതിൻ്റെ തിരുവനന്തപുരത്ത് പോവാ, അവിടെ പോവാ, ഇവിടെ പോവാ, കളക്ടറെ കാണാൻ പോവാ, എല്ലാം ഇങ്ങനെ അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അത് തീർപ്പാക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ്. പക്ഷെ അതൊക്കെ എത്ര പേർക്ക് സാധിക്കും? അതൊക്കെ പ്രത്യേകിച്ച് സാമ്പത്തികം വേണം അതിന്, ശരീരം, നമ്മുടെ ആരോഗ്യം വേണം, ഇതിനൊക്കെ ഒപ്പം നടക്കണ്ടേ? മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം വളരെ കറക്റ്റായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. നമ്മൾ പറഞ്ഞ പേര്, ആ പേര് തന്നെ പോലീസുകാർ മാറ്റിമറിച്ച് നമ്മൾ കൊടുത്തരാണ്ട് വേറൊരു. മുഖ്യമന്ത്രി ഉറപ്പ് തരുന്നു എന്ന് പറയുമ്പോൾ പോലും അതിന്റെ താഴെത്തട്ടിലേക്ക് അത് പ്രാവർത്തികമാവുന്നില്ലെങ്കിൽ ആ ഉറപ്പ് കൊണ്ട് കഥ എന്താണ്? ഈ പോലീസുകാരെ കൊണ്ട് ആ പണിയെടുപ്പിക്കണ്ടേ? ഇപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കും, 2021, 2024 മെയ് ആകുമ്പോഴും അതിന്റെ വിചാരണ തുടങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പ്രതി താങ്കൾക്കെതിരെ പല പരാതിയുമായി പല പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട് ഈ കാലയളവിൽ. പോകുന്നുണ്ട്, അതെ പോകുന്നുണ്ട്.
അത് നമ്മൾ തുടർച്ചയായിട്ട് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പറയണതാണ്, തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അതിന് പുറകെ. ഇപ്പൊ CM വന്ന് പറഞ്ഞ് നിങ്ങൾ ആവശ്യപ്പെടുന്ന വക്കീലിനെ നമ്മൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കുമെന്ന് പറഞ്ഞ് നമ്മളത് കൊടുത്തു. അതിനുശേഷം അത് തിരിമറി നടത്തി അവർ വേറെ പേര് വെച്ച്. അപ്പോൾ നമ്മൾ CMന്റെ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് CM അതിടപെട്ട് മറ്റേ മിനിസ്റ്റർ രാജീവ് ഉണ്ടായിരുന്നു, അദ്ദേഹം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഇടപെട്ട്. അപ്പോൾ താഴെയുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത്. ഈ അമ്മയുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. എനിക്ക് തോന്നുന്നുള്ള ഈ അമ്മക്കൊക്കെ ഇതിന്റെ പുറകെ നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ പോലീസ് ഈ പ്രതിയുടെ ഒപ്പം ഇരിക്കാൻ പറഞ്ഞ് ഒരുമിച്ച് പോട്ടെ എന്ന് ഇവനെക്കാരൻ ബ്രോക്കറാണ്. ഈ പോലീസുകാരനൊക്കെ ഈ പന്തിരങ്കാവ് ഇവനെക്കാരൻ ബ്രോക്കറാണ് ഇവൻ ശരിക്കും. ആ പെങ്കൊച്ചിന് ആ മാതിരി കേബിളിൽ കഴുത്തിട്ട് ഇവൻ വിചാരിച്ച് താലി കെട്ടാണ് വിചാരിച്ചത് രാത്രി 1 മണിക്ക്. ഞാനിപ്പോൾ ആ അമ്മ പറഞ്ഞപ്പോൾ ശരിക്കും ആ സ്റ്റേഷനിലുണ്ടായ കാര്യങ്ങൾ ഓർക്കായിരുന്നേ. നമ്മളെ മാക്സിമം ആ പ്രതിയുടെ മുമ്പിൽ വെച്ച് അവൻ നാറ്റിച്ച് ഞങ്ങളെ രണ്ടുപേരും. ഞാൻ എത്താം ദുൽഷാദ്. ഇവിടെ ഇത് ഒരു എന്താണ് ആറ്റുനോറ്റ് വളർത്തിയ മജിസ്ട്രേറ്റ് ആകാൻ കുതിച്ച മിടുക്കിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തുവെന്ന തെറ്റാണ് ഈ പിതാവ് ചെയ്തത്. അതിൻ്റെ പേരിൽ സ്വന്തം മകളെ എന്താണ് അതിനെ ആത്മഹത്യ എന്നല്ല, അതിനെ വിളിക്കേണ്ടത് 1-ാം തരം കൊലപാതകം എന്ന് തന്നെ വിളിക്കണം. അത് ചെയ്ത ഒരുത്തനെതിരെ നീതി തേടി ഉള്ള ഒരു പിതാവിന് സ്വന്തം മകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞ 3 വർഷങ്ങളിൽ നീറുന്ന ഹൃദയത്തോടെ ഡെയിലി ബേസിൽ എന്ന് പറഞ്ഞാൽ ദിൽഷാദിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും എന്താണ് ആ കേസിൻ്റെ അപ്ഡേഷൻ എന്ന് ഞാൻ വ്യക്തിപരമായി ചോദിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് ഈ പറയുന്ന വർഷങ്ങളിലൊക്കെയും ഏതാണ്ട് ഡെയിലി ബേസിൽ ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിൽക്കുന്ന അച്ഛനാണ് കേരളത്തോട് കാര്യങ്ങൾ. ഞാൻ എത്താം.